ഹായ് ഫ്രണ്ട്സ് കേട്ടോ അങ്ങനെ ഹീറോയുടെ മമ്മി വെയിറ്റ് ചെയ്ത് ഡാഡിയും വെയിറ്റ് ചെയ്യായിരുന്നു. ഇങ്ങനെ കാർ വന്ന ഹീറോയുടെ അമ്മയ്ക്ക് സന്തോഷമായിരുന്നു. അങ്ങനെയായിട്ട് അകത്ത് വന്നാണ് ഗേറ്റ് വന്നായിരുന്നു. അങ്ങനെയായിട്ട് 7 പേരെ ഇതിനായിട്ട് വെളിയിൽ കൊണ്ടുവന്നായിരുന്നു. അച്ഛനാണ് ഗേറ്റ് വന്ന് ചെയ്തതായിരുന്നു. അച്ഛൻ പ്ലീസ് അമ്മ അച്ഛ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നത് ഒരാളെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ റൂമിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കിയായിരുന്നു. 7 പേരെ കൊണ്ടുവന്നത് റൂം പറഞ്ഞ് അതൊരു വലിയ വീടായിരുന്നു. അതിൽ ഹീറോയുടെ ചേട്ടൻ പറയായിരുന്നു, മോളെ 7 പേരെ കൊണ്ടുവന്ന് ഹീറോയ്ക്ക് പറഞ്ഞ വലിയ ബെഡ് അതറിഞ്ഞ ഹീറോയോട് കേട്ടായിരുന്നു, എനിക്ക് വലിയ ബെഡ്റൂം വേണമെന്ന് പറഞ്ഞു. അത് ഹീറോയ്ക്ക് വലിയ ബെഡ്റൂമായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് വലിയ ബെഡ്റൂമും അത് ഉണ്ടാക്കി വെച്ചായിരുന്നു. അതേനാണ് ഹീറോയ്ക്ക് കേട്ടായിരുന്നു. അതുമാത്രം ഹീറോയുടെ ഡാഡി ഓൾറെഡി ബെഡ്റൂം പറഞ്ഞ റൂമുണ്ടായിരുന്നു. അതെ ഹീറോയുടെ ഡാഡി അറിഞ്ഞ മമ്മി പറയായിരുന്നു, ഡാഡി പറയായിരുന്നു ഈ റൂം തുറക്കാൻ പാടില്ല പറഞ്ഞിട്ട് ഹീറോയുടെ ഗ്രാൻഡ് പ പറയായിരുന്നു. ഗ്രാൻഡ് പ ഉണ്ടായിരുന്നു. 7 പേർ പറഞ്ഞു ഒരു തുറക്കാൻ പാടില്ല പറഞ്ഞു. ഗ്രാൻഡ് പ പറയും കേട്ടിട്ട് ഹീറോയ്ക്ക് ഗ്രാൻഡ് ഉണ്ട്. ഓൾറെഡി ഗ്രാൻഡ് പ പറഞ്ഞ് 7 പേര് കണ്ടിട്ട് ഗ്രാൻഡ് പക്ക് മനസ്സിലായി. ശരി ഓക്കെ ഇവിടെ വാ എന്ന് സീക്രട്ട് റൂം ഉണ്ടായിരുന്നു ഗ്രാൻഡ് പാൻ്റെ. എന്നെ ആ സീക്രട്ട് റൂം കൊണ്ടുപോയായിരുന്നു. ഗ്രാൻഡ് പ ഈ റൂമുക്ക് വേണ്ട, ഈ റൂമിൽ ഇരിക്കട്ടെ, ഇവിടെ വലിയ 7 പേരുണ്ട് എന്ന് പറഞ്ഞ് ഗ്രാൻഡ് പ അങ്ങനെ കൊണ്ടുവന്ന് ഗ്രാൻഡ് പക്ക് ഹീറോയിൻ്റെ ചേട്ടൻ പറയുമ്പോൾ മനസ്സിലായി. ശരി അങ്ങനെയിട്ട് ഒരു റൂമിൽ കൊണ്ടുവന്നത് ഗ്രാൻഡ് പ ഇട്ടായിരുന്നു. അങ്ങനെ ആ റൂം സീക്രട്ട് റൂം. അത് മാത്രമല്ല പിന്നെ റൂമുണ്ട്, അത് തുറക്കാൻ ഗ്രാൻഡ് പാലോട് പറഞ്ഞു. ശരി ഓക്കെ തന്നെ ഹീറോയി ഈ റൂമിലിട്ടായിരുന്നു. അതെ സീക്രട്ട് റൂം മറ്റേ റൂമുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു 7 പേരെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ ഓരോന്നിൽ കണ്ണ് തുറക്കായിരുന്നു. ചിന്ന് ഫസ്റ്റ് കണ്ണ് തുറന്നായിരുന്നു. ഇത് എവിടെയാണുള്ളത് എന്നാൽ അവർ കുറേ ലെസൺസ് ഒക്കെയായിരുന്നു. അവിടെ അർജുൻ കാളുമല കാലിട്ടിട്ട് ഒരു ഗ്രാൻഡ് പ ഉണ്ടായിരുന്നു. ബാക്കി കുറേ വലിയുണ്ടായിരുന്നു. ഗ്രാൻഡ് പ ഉണ്ടായിരുന്നു. അതിനായിട്ട് അർജുനും ഡാഡി ഉണ്ടായിരുന്നു. അവർക്കിട്ട് നിങ്ങൾ ആര് എന്ന് പറഞ്ഞ് 7 പേർ പേടിച്ച് കേൾക്കായിരുന്നു. അർജുൻ പറയായിരുന്നു, നിങ്ങൾ പേടിക്ക വേണ്ട, എൻ്റെ അനിയത്തിയാണ് നിങ്ങളെ നിങ്ങളുടെ കാറിനോട് മാങ്ങി വീണായിരുന്നു, അതുകൊണ്ട് നിങ്ങളെ കാക്കായിരുന്നു ഇപ്പം എണിക്കൂ എന്ന് പറഞ്ഞ് അർജുൻ പറയായിരുന്നു. ഇത് അവർക്കും അതെ അർജുനക്ക് ഓൾറെഡി ലാംഗ്വേജ് നന്നായിട്ട് അറിയും. ഇംഗ്ലീഷിൽ അതെ കുറേ ലാംഗ്വേജ് അർജുനക്ക് അറിയും. അർജുൻ പറഞ്ഞ കുറേ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല അർജുൻ പറയായിരുന്നു, ഇതായിട്ട് നിങ്ങൾക്ക് കൊറിയൻ അറിയുമോ? എനിക്ക് കുറച്ച് കൊറിയൻ അറിയും. അതുമാത്രമല്ല അർജുൻ്റെ ഫ്രണ്ട്സൊക്കെ അറിയായിരുന്നു. അതെ ഹീറോ ഇരിക്കുമ്പോൾ എന്ത് പറയുന്നത് ഹീറോയ്ക്കും കുറച്ച് കൊറിയൻ ലാംഗ്വേജ് നന്നായിട്ട് അറിയും. ഹീറോ കൊറിയൻ വരികയും ആ വീഡിയോസും ഹീറോയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. കഷ്ടപ്പെട്ട് ഹീറോയുടെ ചേട്ടൻ മണ്ട കുത്തിയിട്ട് ഹീറോയുടെ ഫാമിലീസ്ക്കെല്ലാം കൊറിയൻ പഠിപ്പിച്ച് കൊടുത്തിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും കൊറിയൻ അറിയും. അതുകൊണ്ട് പറയുന്നത് കേട്ടിട്ട് വലിയ സംഭവം ഷോക്കായിരുന്നു. നിങ്ങൾ കൊറിയൻ അറിയുമോ കേട്ടിട്ട്. അതെ 6 മിനിറ്റ് 7 പേരോട് കേൾക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയുടെ ഡാഡി പറയുന്നു, എല്ലപ്പാ നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ എന്താ മാങ്ങി വേണ്ടത് എൻ്റെ മോൻ്റെ കാറിനോട് എന്നാ ഹീറോയുടെ ഡാഡി കേൾക്കുമ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ അവർ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഫ്ലാഷ് ബാക്കൊക്കെ നോക്കാം, എന്ത് അവർക്ക് സംഭവിച്ചത് നമുക്ക് പോയിട്ട് നോക്കാം. 7 പേർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അവർ ഇങ്ങനെയായിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് എടാ നമുക്ക് കഷ്ടപ്പെട്ട് ഇന്ത്യക്ക് വന്നിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവർക്ക് ഷൂട്ടിംഗ് പറഞ്ഞാൽ മുംബൈയിലാണ് ഷൂട്ടിംഗ്. അങ്ങനെയായിട്ട് മുംബൈയിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഷൂട്ടിങ് ചെയ്യാൻ. അവർ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് അവരൊരു ഗേൾസ് ഉണ്ടായിരുന്നു, ഗേൾസ് പറഞ്ഞ ഒരു മാതിരിയുള്ള ആ ഗേൾസ് ആയിരുന്നു. ആ ഗേൾസിൻ്റെ ഡാഡിക്ക് പറഞ്ഞ പീരീഡ്സ് മകൾക്ക് പിടിക്കുമെന്ന് അറിഞ്ഞായിരുന്നു. അവർക്ക് പറഞ്ഞ് 7 ഗേൾസ് ഉണ്ടായിരുന്നു. 7 പേരെ ഇവർക്ക് മാരേജ് കഴിക്കാം, നല്ല പണക്കാര ഇവരെ മാരേജ് കഴിക്കാൻ പറഞ്ഞിട്ട് ആ ഗേളുടെ ഡാഡി അങ്ങനെയായിട്ട് കിഡ്നാപ്പ് ചെയ്തായിരുന്നു. 7 പേരെ കിഡ്നാപ്പ് ചെയ്തു വരണം. ഇങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് പോകുമ്പോൾ അവർക്ക് ഇങ്ങനെ തായ്ക്കാൻ തുടങ്ങിയ അപ്പോഴാണ് ഇവർ വരുന്ന കാര്യം ഒരാൾക്കാർക്ക് മനസ്സിലായിരുന്നു. ഇവർ വരുന്നതിന് കാര്യം പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അവിടെ പറഞ്ഞായിരുന്നു. അങ്ങനെ അവിടുന്ന് കിഡ്നാപ്പ് ചെയ്തിട്ട് അങ്ങനെയായിട്ട് വേറെ പ്ലേസൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ചേഞ്ച് ചെയ്തായിരുന്നു. അങ്ങനെ മുംബൈന്ന് പറഞ്ഞാൽ അങ്ങനെയായിട്ട് കുറച്ച് പറഞ്ഞിട്ട് വേറെ പ്ലേസൊക്കെ ഒന്ന് കൊണ്ടുപോകും. അതെ അവരുടെ മകൾ പറഞ്ഞ് കേരളത്തിലാണ് ഉള്ളത്, അതുകൊണ്ട് അവളെ മാരേജ് കഴിക്കാൻ വേണ്ടി അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു വാൻ ട്രക്കിലിട്ട് കൊണ്ടുപോകായിരുന്നു. അങ്ങനെ കണ്ട് അവർക്ക് ട്രക്ക് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ സാധ്യത മേങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ട്രക്ക് പറഞ്ഞാൽ ആ ഡോർ ഓൾറെഡി തുറന്നിട്ടുണ്ട്. അതിൽ മണ്ടൻ പറഞ്ഞാൽ അതിലൊരു മുട്ടത്തലയുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യുന്ന. ആ ഡോർ നേരെ വന്നാക്കിയില്ലായിരുന്നു, അത് ചെറിയ ഡോറായിരുന്നു, അത് തുറന്നായിരുന്നു. അപ്പോൾ അവർക്ക് ഇവിടെ സംസാരിക്കുന്ന ഒന്നും മനസ്സിലായില്ലായിരുന്നു. അങ്ങനെയായിട്ട് ആ ഗേൾസ് പറഞ്ഞു. അങ്ങനെയായിട്ട് അവർ
കെട്ടിയിട്ടുണ്ടായിരുന്നു മയങ്ങി വീടെടുത്ത്. അങ്ങനെയായിട്ട് ആ റൂം അവരുടെ ഗേളിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവരെ ഇട്ട് വെച്ചായിരുന്നു. ഗേൾ കൊറിയയിൽ പറയായിരുന്നു നിങ്ങൾക്കും എനിക്കും മാരേജ് എന്ന് 7 ഗേൾസ് പറയായിരുന്നു. 7 ബോയ്സൊക്കെ പേടിയായിരുന്നു. നിങ്ങളെന്നെ കിഡ്നി വെച്ചത് അത് കേസ് അതൊന്നും നടക്കില്ല, ഇല്ലേ നിങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടു എന്നെല്ലാം മിരട്ട തുടങ്ങിയായിരുന്നു. അങ്ങനായിട്ട് അവരെ പേടിപ്പിക്കായിരുന്നു. ഇല്ല എല്ലാം കാര്യം പറയും എന്നെല്ലാം പറഞ്ഞ മിരട്ടാൻ. അവർക്ക് 7 പേർക്ക് എന്ത് ചെയ്യുന്ന അറിയില്ലായിരുന്നു. അങ്ങനെ ആ പെണ്ണ് ഫോൺ സംസാരിക്കുക അവർ കെട്ടിടുന്നത് മറന്നു പോയിരുന്നു. പെണ്ണ് കുറച്ച് അർജൻറ്റ് കോൾ വന്നിരുന്നു. ഡോറ് നേരെ വന്നാക്കാതെ അവർ അങ്ങനെയായിട്ട് പെണ്ണ് പോയിരുന്നു. അവർ ഓടി വന്നിട്ട് എങ്ങനെയായിട്ട് അതെ ഒരു വണ്ടി ട്രക്ക് അതിൽ കയറിയിട്ട് അവർ പേടിച്ച് വന്നിട്ട് അങ്ങനെ ഇറങ്ങി വന്നായിരുന്നു. അവർക്ക് ഒരുമാതിരി മയക്കം വരുന്ന മതിയായിരുന്നു. അങ്ങനെ ആ പെണ്ണ് പറഞ്ഞ അതെ മയക്കം വരുന്ന മതി. അവർക്ക് മയങ്ങി താഴെ ഓടി വന്നവർ എല്ലാവരും മയങ്ങി വീണായിരുന്നു. പാവം ഹീറോയിന് കാറിനടം മയങ്ങി വീണായിരുന്നു. അങ്ങനെയായിട്ട് ഇത് നടന്ന കാര്യം പറയായിരുന്നു. ശരിപ്പാ അങ്ങനെയായിട്ട് പേര് ആരാ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഗേൾസിൻ്റെ പേര് പറയാതാണ്. ഞാൻ ഹീറോയുടെ ഡാഡിക്ക് ഈ പേര് കേട്ടിട്ടുണ്ട്. ഇല്ല അവരുടെ ഡാഡി അപ്പോൾ എൻ്റെ ഫുൾ നെയിം പറ ആ ഗേൾസിൻ്റെ അല്ല. അപ്പോൾ ഹീറോയിൻ്റെ ഡാഡി മനസ്സിലായി. ഓ ഇവരാ കിഡ്നി ചെയ്തത് എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഡാഡിക്ക് മനസ്സിലായിരുന്നു. എല്ലാവർക്കും അറിയാം ആ ഗേൾ റൗഡി മതി ഇവിടെ ഉള്ള പഠിക്കുന്നതാ എന്ന് പറഞ്ഞിട്ട്. അതേപ്പാ ഇവരെ കുറിച്ച് അറിയപ്പാ ഇവരെല്ലാം കൂടെ ഒരു ഫാമിലീസാണ്. അതുമാത്രമല്ല അവരെല്ലാവരും അതായത് ഫാമിലി ഫ്രണ്ട്സ് മതി എന്നിട്ട് ഹീറോയിൻ്റെ ഡാഡി പറയായിരുന്നു. അതെ ശരി അവർ മക്കളാണോ കുട്ടികളാണ് എന്ന് പറയുന്നത്. 7 അവർ കുട്ടികളാണെന്ന് പറഞ്ഞാണ്. എന്താ അവർ കുട്ടികളാ അവർക്ക് അവരുടെ കുട്ടികളാണെന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞാൽ കുട്ടികളാ അതെ ഒരു ഫാമിലി ഫ്രണ്ട്സാണ് എന്ന് പറയായിരുന്നു. ഓ അങ്ങനെയാണോ എന്നെ അവരുടെ മകൾ അതേപോലെ നോക്കണമെന്ന് പറഞ്ഞായിരുന്നു. 7 പേർ പറഞ്ഞാൽ ശരി ഓക്കെ എന്നാൽ പെണ്ണ് വന്ന് നോക്കുക അവർ കാണില്ല. പെണ്ണുക്ക് ടെൻഷനാണ് അവർ തേടെന്ന് പറയുന്നത്. 7 പേര് കണ്ടിട്ട് നടന്നു കയറി അവർ പറഞ്ഞു കേട്ടെ ശരി അവർ ഇപ്പോൾ തേടിയോണ്ടിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയുടെ ഡാഡി മമ്മി അറിയായിരുന്നു. നിങ്ങളിവിടെ നിന്നായിരുന്നു പേടിക്കാണെന്ന് പറയാം. ഹീറോ വന്നായിരുന്നു. ഹീറോ കയറിയായിരുന്നു. നിങ്ങളെന്നെ എങ്ങനെ പേടിക്കണേ അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ട് പേടിക്കാണ് നടന്ന കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. എങ്ങനെ നിങ്ങൾക്ക് കൊറിയ പോകണം